അപ്പോൾ ഈ തൊട്ടടുത്തുള്ള ഈ പാറയിലാണ് ആ കന്യകയുടെ നഖവും മുടിയും കണ്ടത് എന്നാണ് നാട്ടിലെ ആളുകൾ പറയുന്നത്. സത്യകണ്ഠത്തിൽ വെച്ച് 101 കന്യകമാർ കല്ലിന് വലം വെച്ചപ്പോഴാണ് ഒരു കന്യകയെ അവിടുന്ന് കാണാതായത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വാർത്ത 24 പ്രേക്ഷകരെ ക്ഷണിക്കുന്നത് കൊല്ലം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും അതിർത്തി പ്രദേശമായ ഏഴംകുളം ഗ്രാമപഞ്ചായത്തിലെ ഏറെ കെട്ടുകഥകളും അതുപോലെ നിരവധിയായ ചുരുളഴിയാത്ത നിഗൂഢതകളുമുള്ളതുമായ ഒരു സ്ഥലത്തെ പറ്റിയാണ്. ആ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് കന്യാകുഴിയാണ്. കന്യാകുഴി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പലർക്കും ഒരു അതിശയമുണ്ടായിരിക്കാം. ഈ കാണുന്നതാണ് കന്യാകുഴി എന്ന് പറയുന്ന പ്രദേശം. ഈ പ്രദേശത്തെ സംബന്ധിച്ചോളം നിരവധിയായ കെട്ടുകഥകളും അതുപോലെ തന്നെ ചില ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നു എന്നാണ് ഈ പ്രദേശത്തെ ആളുകളുമായി നമുക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം ഈ കുഴി എന്ന് പറയുന്നത് ഏകദേശം ഒരാൾ പൊക്കത്തോളം താഴ്ചയിലുള്ള കുഴിയുണ്ട്. പണ്ട് ഈ പ്രദേശം എന്ന് പറയുന്നത് വലിയ പാറക്കെട്ടായിരുന്നു. ഇത് കാലാകാലങ്ങളിലായി ചില ആളുകൾക്ക് വസ്തുക്കൾ കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാറ പൊട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഹൈറ്റ് കുറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഇതിനേക്കാട്ടിൽ ഒരു 2 or 3 ആള് ഉയരത്തിലുള്ള വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി വലിയൊരു കുഴിയാണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ നിരവധിയായ ആളുകൾ ദിവസേന ഈ കുഴിയിൽ കുളിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു മനോഹരമായ ഒരു സ്ഥലമാണെങ്കിൽ പോലും നിരവധിയായ കഥകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ചുരുളഴിയാത്ത പല കഥകളുമുണ്ട്. രാത്രി കാലങ്ങളിൽ പണ്ട് കാലത്ത് ഈ പ്രദേശത്തുകൂടി ആളുകൾ സഞ്ചരിക്കാൻ വളരെയധികം ഭയപ്പെട്ടിരുന്നു. കാരണം ഈ പ്രദേശമാകെ ഒരു റബ്ബറും തോട്ടവും അതുപോലെ ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലവുമായിരുന്നു. പണ്ടത്തെ കാരണവന്മാർ ഞങ്ങളോട് പറഞ്ഞത് 10 മണിക്ക് ശേഷം ഈ പ്രദേശത്തോടു കൂടി നടക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ആളുകൾക്ക് വലിയ ശല്യങ്ങളുണ്ടായ ഒരു സ്ഥലമാണ്. വളരെ ഭയപ്പാടോടുകൂടിയാണ് ആളുകളൊക്കെ ഈ പ്രദേശത്തോട് സഞ്ചരിച്ചു എന്നാണ്. പക്ഷേ കാലക്രമേണ കുറേയധികം വീടുകളൊക്കെ ആയി. എന്നാൽ തന്നെയും ഇപ്പോൾ പഴയ ആളുകൾക്ക് ഇപ്പോഴും ആ ഭയങ്ങളുണ്ട്. രാത്രി കാലങ്ങളിൽ അവർ കൊച്ചുകുട്ടികളോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ഇതുവഴിയൊന്നും വരരുത്. അത്രയ്ക്കും പല നിഗൂഢതകളും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കന്യാകുഴിയുമായി ബന്ധപ്പെട്ട ഒരു കാവുമായി ബന്ധപ്പെട്ട ചില ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. ഈ കന്യാകുഴിക്ക് ഈ പേര് വരാൻ ഇടയായ സാഹചര്യം ആ കാവുമായി ബന്ധപ്പെട്ട ചില ഐതിഹ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ചില ഭയപ്പാടിനെ പറ്റി ഞാൻ സൂചിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചുറ്റുമുള്ള ആളുകളുമായി സംസാരിച്ചപ്പോൾ പഴയ ആളുകൾ ഞങ്ങളോട് ചില കഥകൾ പറഞ്ഞു. ഈ കന്യാകുഴിയുമായി ബന്ധപ്പെട്ട് 1 കിലോമീറ്റർ അപ്പുറത്തായി ചൂരവെല്ലി കാവ് എന്ന് പറയുന്ന വലിയ ഒരു കാവ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ കാവിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ അപ്പൂപ്പനും മറുതാ തമ്പുരുട്ടിയാണ് അവിടുത്തെ പ്രതിഷ്ഠകൾ. ഈ കാവിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ് ഈ കന്യാകുഴിയുമായി വളരെ അടുത്തു നിൽക്കുന്നത്. ആ കാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത് പണ്ടത്തെ വേട സമുദായത്തിൽപ്പെട്ട വേടന്മാരായിരുന്നു. ആ വലിയ ഉത്സവം നടക്കുമ്പോൾ ഏകദേശം 101 കന്യകമാർ ആ കാവിൽ താലപ്പൊലി ഏന്തി തൊട്ടടുത്ത സത്യകണ്ഠം എന്ന ഒരു സ്ഥലത്തേക്ക് കടന്നു വരികയുണ്ടായി. ആ സത്യകണ്ഠത്തിൽ ഒരു വലിയ കല്ലുണ്ട്. അതിനെ സത്യക്കല്ലെന്നാണ് അറിയപ്പെടുന്നത്. ആ സത്യക്കല്ലിന് ചുറ്റും വലം വെച്ച് 101 കന്യകമാർ ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു കന്യകയെ കാണാതാകുന്ന ഒരനുഭവമാണ് ഉണ്ടായത് എന്ന് പഴയ കാരണവന്മാർ നമ്മളോട് സംസാരിച്ചു. അപ്പം 101 കന്യകമാരിൽ ഒരു കന്യകയെ കാണാതായി. ആളുകൾ വളരെയധികം ഭയപ്പാടോടുകൂടി ആശങ്കയോടുകൂടി തെരച്ചിൽ നടത്തി. അവസാനം തൊട്ടടുത്ത ഒരു വെള്ളച്ചാട്ടമായ ഇരപ്പൻകുഴിക്ക് സമീപം ഒരു പാറയുടെ മുകളിലായി ഒരു നഖവും മുടിയും കാണാനിടയായി. അങ്ങനെ ആ കന്യകയുടെയാണെന്ന് ആളുകൾ ധരിച്ചു പോന്നു. അപ്പോൾ പിന്നീട് നടന്ന ആളുകളുടെ അന്വേഷണത്തിലാണ് ആ കന്യകയ്ക്ക് ദാരുണമായി എന്തോ ഈ പ്രദേശത്ത് വെച്ച് സംഭവിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കന്യകയുടെ നഖവും മുടിയും ആ ഇരപ്പൻകുഴിക്ക് സമീപമായി വന്നു എന്ന് ആളുകൾ ഇപ്പോഴും വിശ്വസിച്ച് വരികയാണ്. അതായത് പുതിയ തലമുറയിൽപ്പെട്ട ആളുകളല്ല, പഴയ തലമുറയിൽപ്പെട്ട ആളുകളാണ് ഈ കഥകളെല്ലാം നമ്മളോട് പറഞ്ഞത്. ആ സംഭവത്തിന് ശേഷം ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് രാത്രി കാലങ്ങളിൽ വളരെയധികം അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പഴയ ആളുകൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. കാരണം രാത്രി കാലങ്ങളിൽ പഴയ പോലെ വാഹനങ്ങളൊന്നുമില്ലായിരുന്നു. കാളവണ്ടിയെ മാത്രം ആശ്രയിച്ചു പോകുന്ന ഒരു സമൂഹമായിരുന്നു. ഈ പ്രദേശമാകെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഇപ്പോഴാണ് റബ്ബറിൻ്റെ തോട്ടമൊക്കെ ഉണ്ടായിരുന്നത്. പണ്ട് ഈ പ്രദേശം മുഴുവൻ കാട് പിടിച്ചൊരു സ്ഥലമായിരുന്നു. വലിയ പാറക്കെട്ടുകളും വലിയ പാറകളുമുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ രാത്രി കാലങ്ങളിൽ
ഒറ്റയ്ക്ക് സഞ്ചരിച്ചു വരുമ്പോൾ ആളുകളെ പല വിധത്തിൽ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള ചില സംഭവങ്ങൾ ഈ പ്രദേശവുമായി ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ആളുകൾ പറയുന്നത് കന്യാകുഴിയിൽ ഈ ഒരു കന്യകയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെന്നും അതിനാൽ രാത്രി കാലങ്ങളിൽ ചെറുപ്പക്കാർ ഈ പ്രദേശത്തുകൂടി സഞ്ചരിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കാരണവന്മാര് നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കാലം മാറി, ഈ പ്രദേശമാകെ ഇപ്പോൾ വലിയ ആൾതാമസവും ബഹളവും ഒക്കെ ഉണ്ട്. എന്നാലും ഈ കന്യാകുഴിയുമായി ബന്ധപ്പെട്ടുള്ള നിഗൂഢങ്ങളായ പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് തന്നെയാണ് വാർത്ത 24 വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ കന്യാകുഴിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അതിന് തൊട്ടടുത്ത് പോയി നമുക്ക് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഈ കന്യാകുഴിയുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പണ്ട് എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ കന്യാകുഴിയിൽ ഈ പാറയ്ക്ക് ഒരു 2-3 ആൾ ഹൈറ്റ് ഉയരമുണ്ടായിരുന്നു. പക്ഷേ ഈ പാറ ക്രമേണ പൊട്ടിച്ചു കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കുറഞ്ഞത്. അപ്പം ഈ വലിയ ഹൈറ്റിൽ നിന്ന് വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ഇതിൻ്റെ തൊട്ട് കീഴിൽ പോയി നിന്നാൽ ഇപ്പം ചെറിയ ഒരു ചാട്ടമേ ഉള്ളൂ. ഈ ചാട്ടത്തിന്റെ അടിയിലോട്ട് കയറിയാൽ നമുക്ക് നനയാതിരിക്കാൻ പറ്റും. കാരണം ഇപ്പം നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, വലിയ കുഴി ആയതുകൊണ്ട്. പക്ഷെ പഴയ കാലങ്ങളിൽ നമുക്കത് ഈസിയായിട്ട് കാണിക്കാൻ പറ്റുമായിരുന്നു. കാരണം വലിയ വെള്ളച്ചാട്ടമായിരുന്നുകൊണ്ട് ഇതിന്റെ തൊട്ട് അടിയിലോട്ട് പോയിരുന്നാൽ നമ്മൾ ഒരു തുള്ളി പോലും നനയത്തില്ല. അങ്ങനെ ഒരു മനോഹരമായ സ്ഥലമായിരുന്നു. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, കാലങ്ങളായി പാറ പൊട്ടിച്ചുകൊണ്ട് അത്തരത്തിലുള്ള അനുഭവം നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഈ കാണുന്ന പോലെ തന്നെ ചെറിയ ഒരാളുണ്ട്, ആ അതിനകത്തോട്ട് കയറി നിന്നാൽ ഈ പറയുന്ന ഒരു നനവും ഉണ്ടാകത്തില്ലെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പഴയ ആളുകൾ പറയുന്നത് ഈ കന്യക ആ പൊത്തിനുള്ളിലുണ്ട്, അതുകൊണ്ടാണ് വെള്ളം അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്തതെന്നുള്ള ഒരു ഐതിഹ്യവും അല്ലെങ്കിൽ ഒരു വിശ്വാസവും ഇപ്പോഴും നിലനിർത്തുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. പുതിയ ആളുകളുടെ പഴയ ആളുകൾ. ഈ പ്രദേശത്തുമായി ബന്ധപ്പെട്ട് നല്ല മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. നിരവധിയായ ആളുകൾ ദിവസേന വരുന്ന ഒരു സ്ഥലമാണ്. ഞാനൊരു കാവിനെ പറ്റി പറഞ്ഞു, ഒരു കണ്ടത്തെ പറ്റിയും പറഞ്ഞു. പണ്ട് കാലത്ത് ഈ 101 കന്യകമാർ ഈ കാവിൽ നിന്നും താലപ്പൊലി ഏന്തി വരുന്ന ഒരു കണ്ടമാണിത്. ഇവിടെ ഒരു ചെറിയ പാറ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാലക്രമേണ കൃഷി സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ പാറ ഇവിടുന്ന് കാണാതായിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടത്തിലേക്കാണ് 101 താലപ്പൊലി ഏന്തിയ കന്യകമാർ കടന്നു വരികയും ഈ കണ്ടത്തിന് തൊട്ട് അപ്പുറത്തുള്ള സ്ഥലത്തുള്ള പാറയ്ക്ക് ചുറ്റുമായി വലം വെക്കുമ്പോഴാണ് 101 കന്യകമാരിൽപ്പെട്ട ഒരു കന്യകയെ കാണാതാകുകയും ഇതിന് തൊട്ടു മുകളിലുള്ള ഇരപ്പൻകുഴി എന്ന സ്ഥലത്ത് ആ പാറയിൽ ആ കന്യകയുടെ നഖവും മുടിയും കണ്ട് എന്നാണ് പണ്ടത്തെ ആളുകൾ വിശ്വസിച്ചു വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കഥകളാണ് ഈ നാട്ടിൽ വ്യാപകമായി കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പ്രചരിപ്പിച്ചിരുന്നതെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ നാട്ടിലെ പഴയ ആളുകളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. സത്യകണ്ഠത്തിൽ വെച്ച് 101 കന്യകമാർ കല്ലിന് ബലം വെച്ചപ്പോഴാണ് ഒരു കന്യകയെ അവിടുന്ന് കാണാതായത്. ആ കന്യകയുടെ മുടിയും നഖവും ഒക്കെ പിന്നീട് കിട്ടിയത് ഈ തൊട്ട് മുകളിലുള്ള ഇരപ്പക്കുഴി എന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ആ വഴിയിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ്. ഏകദേശം ഇവിടുന്ന് ഒരു 500 മീറ്റർ അകലെയാണ് ഈ ഇരപ്പക്കുഴി. ആ ഇരപ്പക്കുഴിയിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്ററുടെ പോയാൽ മാത്രമാണ് നമുക്ക് ആ കന്യാകുഴി എന്ന സ്ഥലത്തെത്താൻ സാധിക്കത്തുള്ളൂ. പണ്ട് കാലങ്ങളിൽ ഈ പ്രദേശത്ത് കൂടി ആളുകൾ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്നത് വളരെ ഭീതിയോടുകൂടിയായിരുന്നു. പക്ഷേ കാലം മാറി ഇപ്പോൾ ആളുകൾക്ക് നിരവധിയായ ആളുകൾ ഇതിൻ്റെ ചുറ്റുപ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇരപ്പൻകുഴിയിലേക്ക് പോകുന്ന വഴിയാണ്. ആ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ്. ഇപ്പം ഏതാനും കുറച്ച് സമയത്തുള്ളിൽ നമ്മൾ ഇരപ്പൻകുഴിയിലേക്ക് എത്തിച്ചേരും. പ്രിയമുള്ള പ്രേക്ഷകരെ, അപ്പം നമ്മൾ ഇരപ്പൻകുഴിക്ക് തൊട്ടടുത്തായി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ തോട് കടന്നു വേണം നമുക്ക് അങ്ങോട്ട് എത്താൻ. ഏകദേശം 100 മീറ്റർ മാത്രമാണ് ഉള്ളത് അങ്ങോട്ടുള്ള സഞ്ചരിക്കുന്നതിന്. നല്ല മനോഹരമായ പ്രദേശമാണ്. ചുറ്റോട് ചുറ്റ് ഈറ്റയും അതുപോലെ തന്നെ റബ്ബർ മരങ്ങളുമാണ്. ഇപ്പോൾ ഇതുവഴി ഉള്ള ആളുകൾക്ക് പക്ഷേ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടൊരു ഭീകരതയൊന്നും തോന്നില്ലെങ്കിൽ പോലും ഇതുവഴി കടന്നു വരുന്ന പുതിയ ആളുകൾക്ക് ചെറിയ പേടിയൊക്കെ തോന്നും. പക്ഷെ നല്ല പ്രകൃതിക്ക് മനോഹരമായ സ്ഥലമാണ്. നിരവധിയായ ചെറുപ്പക്കാർ അവധി ദിവസങ്ങളിലൊക്കെ ഈ പ്രദേശത്ത് വന്ന് കുളിക്കുന്ന സ്ഥലമാണ്. പക്ഷേ വലിയ പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. വളരെ ശ്രദ്ധിച്ച് വേണം ഇതുവഴി വരാൻ. അപ്പം നമുക്ക് ഇത് തൊട്ട് മുകളിലാണ് ഇരപ്പക്കുഴി. ഏകദേശം ഒരു 100 മീറ്ററിന് അടുത്തേ ഉള്ളൂ. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാവുന്നതാണ്. ഇരപ്പൻകുഴിക്ക് തൊട്ട് അടുത്തായി എത്തിയിരിക്കുകയാണ്. ഇതുവഴി വരണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. പരിചയമില്ലാത്ത ആളുകൾ വരാൻ ശ്രമിക്കരുത്. ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള ആളുകളുമായി കൂടി വരുന്നതായിരിക്കും നല്ലത്. കാരണം വഴി അത്രയ്ക്കും ദുർഘടകമാണ്. അപ്പോൾ ഇതിനെ തൊട്ട് അരികിലായി ആണ് ഇപ്പോൾ ഇരപ്പൻകുഴി സ്ഥിതി ചെയ്യുന്നത്. ആണ് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇരപ്പൻകുഴിക്ക് തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. ഈ ഇരപ്പൻകുഴിക്ക് എന്ന പേര് വരാനിടയായ സാഹചര്യം ഈ വെള്ളത്തിൻ്റെ ഈ വളരെ കുത്തൊഴുക്കി വരുമ്പോഴുള്ള ആ ഒരു ഇരപ്പ് കാരണമാണ് ഈ പ്രദേശത്തെ ഇരപ്പൻകുഴി എന്ന് പറയുന്നത്. ഒരു ചെറിയ ഒരു പൂളാണ്.
ഒരു 4-5 പേർക്ക് സുഖമായി കുളിക്കാൻ പറ്റുന്ന ഏകദേശം ഒരാളോളം താഴ്ചയുള്ള കുഴിയാണ്. വളരെ കഷ്ടപ്പെട്ട് എരപ്പൻകുഴിക്ക് തൊട്ട് സമീപമായി എത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ് കാണിച്ചായിരുന്നു എരപ്പൻകുഴിയെ പറ്റിയാണ്. ഇതാണ് ആ എരപ്പൻകുഴി. മുകളിൽ നിന്നും വെള്ളം വളരെ ശക്തമായ രീതിയിൽ ഒഴുകി വന്നൊരു കുഴി ഇവിടെ രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തൊട്ടടുത്തുള്ള ഈ പാറയിലാണ് ആ കന്യകയുടെ നഖവും മുടിയും കണ്ട് എന്നാണ് നാട്ടിലെ ആളുകൾ പറയുന്നത്. പഴയ ആളുകൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിനുശേഷമാണ് ഈ കന്യകയുടെ സാന്നിധ്യം ഈ പ്രദേശമാകെ ഈ പറയുന്ന എരപ്പൻകുഴി മുതൽ അങ്ങ് കന്യാകുഴി വരെ ഏകദേശം ഒരു 500 മീറ്റർ കഷ്ടിച്ച് കാണത്തേ ഉള്ളൂ. കന്യാകുഴി നമ്മൾ കാണിച്ചു കാണും. ആ കന്യാകുഴി വരെ ഏകദേശം ഒരു 500 മീറ്റർ മാത്രമേ കാണൂ. അപ്പം ആ പ്രദേശം തൊട്ട് അങ്ങ് താഴെ വരെ ഈ കന്യകയുടെ സാന്നിധ്യം ഉണ്ട് എന്നാണ് ഈ നാട്ടിലുള്ള പഴയ ആളുകൾ വിശ്വസിച്ച് പോകുന്നത്. നിരവധി ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ അവർ സഞ്ചരിച്ച് വരുമ്പോൾ വലിയ രീതിയിലുള്ള നായയുടെ കുരയും അത് അവരെ പലപ്പോഴും ഭയപ്പെടുത്തിയിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ. അപ്പം പണ്ട് കാലങ്ങളിൽ ആളുകൾ ഈ പ്രദേശത്തു കൂടി സഞ്ചരിക്കാൻ വളരെയധികം വിമുഖത കാട്ടിയിരുന്നു. പക്ഷേ കാലം മാറി, പതിറ്റാണ്ടുകൾക്കുമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ കന്യക കുഴിയുമായി ബന്ധപ്പെട്ടും ആ 101 കന്യകമാരെ കാണാതായ ഒരു കന്യകയുടെ മുടിയും നഖവുമാണ് ഈ പ്രദേശത്ത് കണ്ടേ എന്ന് പറയുന്ന കാര്യമൊക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. അപ്പം ആ കന്യാകുഴി എന്ന ഒരു പേര് വരാനിടയായ സാഹചര്യമാണ്. ഇപ്പോൾ ഇരപ്പൻകുഴി എന്ന സ്ഥലത്താണ് ഈ നഖവും മുടിയും കണ്ടത്. അവിടെ ഈ വെള്ളമിൻ്റെ ഇരപ്പ് കൊണ്ടാണ് ഇരപ്പൻകുഴി എന്ന പേര് വന്നത്. ഇവിടെ നിരവധിയായ, ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ 2-3 ചെറുപ്പക്കാർ ഇവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിരവധിയായ ആളുകൾ ഇവിടെ വന്ന് കുളിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ പരിചയമില്ലാത്ത ആളുകൾ വരേണ്ടത്. അത്രയ്ക്കും ദുർഘടമായ വഴിയാണ്. വലിയ പാറക്കെട്ടുകളും അതുപോലെ ചെറിയ ചെറിയ കുഴികളും അള്ളുകളുമുള്ള സ്ഥലമാണ്. അപ്പം തീർച്ചയായും പ്രകൃതിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉള്ള പച്ചപ്പും അതുപോലെ ഇവിടെ വന്ന് വിശ്രമിക്കാനും കുളിക്കാനും പറ്റിയ നല്ല മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ചിലപ്പം ഇവിടേക്ക് വരണമെന്ന് ആഗ്രഹം കാണും. പക്ഷേ ഈ പ്രദേശത്തെ ആളുകളുമായി സംസാരിച്ചതിന് ശേഷം വഴിയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പം ഇനിയും നമ്മളൊരു കാവിനെ പറ്റി പറഞ്ഞായിരുന്നു, കന്യാകുഴിയുമായി ബന്ധപ്പെട്ട ആ കാവിനെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പോൾ ആ കാവിൻ്റെ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ കാവിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ കൂടി നമുക്ക് കണ്ടുവരാം. അപ്പോൾ കന്യാകുഴിയുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ ഒരു കാവിനെ പറ്റി പറഞ്ഞായിരുന്നു. എൻ്റെ തൊട്ട് പിറകിലായി കാണുന്നതാണ് ആ കാവ്. ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വേടന്മാർ ഈ കാവിൽ വന്ന് ഇവിടെയുള്ള ഈ കാവിലെ അപ്പൂപ്പന് പൂജയും കർമ്മങ്ങളും ചെയ്തെന്നാണ് ഈ നാട്ടിലെ പണ്ടത്തെ ആളുകൾ വിശ്വസിച്ചു പോരുന്നത്. അപ്പോൾ ഈ കാവിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഈ 101 കന്യകമാർ ഈ കാവിൻ്റെ തൊട്ടടുത്തുള്ള അപ്പൂപ്പൻ്റെ കല്ലിൽ നിന്നും താലപ്പൊലി ഏന്തി സത്യകണ്ഠത്തിലേക്ക് പോവുകയും ആ സത്യകണ്ഠത്തിന് ചുറ്റുമുള്ള ഒരു കല്ലിൽ വലം വെക്കുമ്പോഴാണ് കന്യകയെ അവിടുന്ന് കാണാതായി പോവുകയും അങ്ങനെ ആ കന്യകയുടെ നഖവും മുടിയുമൊക്കെ ഇരപ്പൻകുഴിയിലേക്ക് കിട്ടുകയും ആ ഇരപ്പൻകുഴി മുതൽ ആ കന്യാകുഴി വരെയുള്ള സ്ഥലത്ത് ആളുകൾക്ക് ആ കാലങ്ങളിൽ പോകാൻ വളരെ ഭീതിജനകമായൊരു അന്തരീക്ഷമായിരുന്നു. ഈ കന്യകയുടെ സാന്നിധ്യമാണ് അത്തരത്തിലുള്ള ഒരു ഭീതി ഉണ്ടാക്കിയെന്നാണ് പഴയ ആളുകൾ വിശ്വസിച്ചു പോരുന്നത്. ആ കഥ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ക്ഷേത്രം, ഈ കാവ് വലിയൊരു ക്ഷേത്രമായി മാറിയിരിക്കുകയാണ്. ആ ക്ഷേത്രത്തിൽ ഇപ്പോൾ പൂജാവിധി കർമ്മങ്ങളൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ഇപ്പോൾ വലിയ ഉത്സവങ്ങളൊക്കെ പഴയ കാലങ്ങളിൽ നടന്നിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കഥയാണ് കന്യാകുഴിയുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ ആളുകൾ വിശ്വസിച്ചു പോകുന്നത്. അപ്പോൾ മറ്റൊരു കഥയുമായും ആ പ്രദേശത്തെ വിശേഷങ്ങളുമായി വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.